മൂന്നാറിലെ ജനവാസ മേഖലയിൽ 4 കാട്ടാനകൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഈ 4 മതപ്പാടിലാണ് എന്നുള്ളതാണ് ഏറ്റവും സങ്കീർണമായിട്ടുള്ള സ്ഥിതി. അതുകൊണ്ട് തന്നെ വനം വകുപ്പ് മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് വിനോദസഞ്ചാരികളാണ്. ഈ കാട്ടാനകളെ കാണുമ്പോൾ അതിന് സമീപത്തേക്ക് പോയി ചിത്രങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വാഹനങ്ങളുമായി ആനയുടെ സമീപത്തേക്ക് പോകുന്നുണ്ട്. ഇത് വലിയ അപകടങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളതാണ് വനം വകുപ്പിൻ്റെ ഒരു മുന്നറിയിപ്പ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ലോക്ക്ഹാർട്ട് മേഖലയിലാണ്. ഇവിടെ ഇന്നലെ രാത്രിയോടുകൂടിയാണ് പടയപ്പ എത്തിയത്. ഈ ഭാഗത്ത് പടയപ്പ ഇപ്പോഴും അവിടെയുണ്ട്. രാവിലെ തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾക്ക് സമീപത്തേക്ക് പോയിരുന്നു. ഇന്നലെ രാത്രി ലോക്ക്ഹാർട്ട് ദേശീയപാതയ്ക്ക് സമീപത്ത് പ്രവർത്തിക്കുന്ന ഒരു കട കാട്ടാന തകർത്തിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഭക്ഷണ സാധനങ്ങൾ വലിച്ചു പുറത്തെടുക്കുകയും അവിടെ നാശനഷ്ടം ഉണ്ടാക്കുകയും ചെയ്തു. ഇന്നലെ വൈകുന്നേരം പടയപ്പ വരുമെന്ന് പറഞ്ഞായിരുന്നു. ടോളിൽ വരും, അല്ല ഈ പാളത്തിലേക്ക് വരുമെന്ന് പറഞ്ഞായിരുന്നു. അത് കളഞ്ഞിട്ട് മെസ്സേജ് കണ്ടപ്പോൾ ടോളിൽ വന്നു. 11 മണിക്കാകുമ്പോൾ ടോളിൽ വന്നു എന്ന് ഇട്ടായിരുന്നു. അത് കളഞ്ഞിട്ട് എവിടെ പോയി ഒന്നും അറിയത്തില്ല. രാവിലെ വന്ന് ഞങ്ങൾക്ക് ഫോൺ വിളിച്ച് പറയുമ്പോൾ പടയപ്പ മൊത്തം വന്ന് കട മൊത്തം നാശം ചെയ്തെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഇപ്പോൾ ഇത് സ്ഥിരം പരിപാടിയാണ് ഇവിടെ വരുന്നത്. നമുക്ക് പിന്നെ നാട്ടുകാരായ ഈ തൊഴിലുറപ്പൊക്കെ പോകാൻ പറ്റത്തില്ല. അതാണ് ഇപ്പോൾ ഈ ആന മതപ്പാടിലാണ്. പിന്നെ നേരത്തെ ഇറങ്ങുവാണ്. 7 മണിക്കൊക്കെ വരും. എന്നൊക്കെ ആന അവിടെ നിന്ന് വരുമ്പോഴത്തേക്കും 8 മണിക്കൊക്കെ മെയിൻ റോഡിൽ കൂടി നടന്നു വന്നിട്ടുണ്ട്. റേഷൻ കട തകർത്ത് അരിയൊക്കെ എടുത്ത് പശിച്ചു പോയി. അപ്പോൾ അതുകൊണ്ട് ഇവനെ പേടിയാണ്. ഒറ്റക്കൊമ്പൻ, വിരിക്കൊമ്പൻ, അതോടൊപ്പം തന്നെ പടയപ്പയുണ്ട്. മലയാറ്റൂർ റിസർവിൻ്റെ ഭാഗത്തു നിന്ന് വന്ന് ഒരു കാട്ടാന കൂടി പുതുതായി മൂന്നാറിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ 4 കൊമ്പന്മാരും മതപ്പാടിലാണ് എന്നുള്ളതാണ് ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരു സ്ഥിതി. ഈ പുല്ലുമേടുകളെല്ലാം കരിഞ്ഞുണങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭക്ഷണം തേടി ജനവാസ മേഖലയിലേക്ക് എത്താനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. എന്തായാലും വനം വകുപ്പ് മുഴുവൻ സമയവും നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അവകാശപ്പെടുന്നത്. RRT സംഘം മൂന്നാറിലുണ്ട്. അവർ മുഴുവൻ സമയവും ഈ കാട്ടാനകളെ നിരീക്ഷിക്കുന്നുണ്ട് എന്നാണ് അവകാശപ്പെടുന്നത്. മൂന്നാറിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജയനസ് രാജു, മാതൃഭൂമി ന്യൂസ്.